സത്യധർമ്മ പരിപാലനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദേവി പല യുഗങ്ങളിലായി പല അവതാരങ്ങൾ സ്വീകരിച്ച് ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും നടത്തുന്നു. മാഹേശ്വരി രൂപത്തിൽ തൃശൂലം ധരിച്ച് വൃഷഭവാഹനത്തിൽ ഇരുന്നരുളുന്നതും, കൗമാരി രൂപത്തിൽ ശക്തിധാരിണിയായി സ്ഥിതി ചെയ്യുന്നതും, വൈഷ്ണവി രൂപത്തിലും വാരാഹി രൂപത്തിലും ബ്രഹ്മാണി രൂപത്തിലും നരസിംഹിണി രൂപത്തിലും ശിവദൂതി രൂപത്തിലുമെല്ലാം അനുഗ്രഹമേകുന്നതും ആദിപരാശക്തിയായ ദേവി തന്നെയാണ്. ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നിങ്ങനെ സർവശക്തി സമന്വിതയായി നിലകൊള്ളുന്ന ദേവി അജ്ഞാനാന്ധകാരത്തിൽ നിന്നും ഭക്തരെ കരകയറ്റി മോക്ഷപ്രാപ്തരാക്കുന്നു. ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങൾ ദിനവും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി സ്തുതിക്കുന്നവരുടെ സകല ദുഃഖ ദുരിതങ്ങളും ദേവി തീർത്തു കൊടുക്കുന്നതാണ്. മധുകൈടഭവധം, ശുംഭ നിശുംഭവധം, മഹിഷാസുരവധം എന്നിവ അഷ്ടമി, നവമി, ചതുർദശി ദിനങ്ങളിൽ പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യദുഃഖം, ശത്രുഭയം, രോഗാദി ദുരിതം മുതലായവ ബാധിക്കുകയില്ല. കൂടാതെ പാപനാശം, പുണ്യവർദ്ധന, ആയുരാരോഗ്യ, സമ്പൽ സമൃദ്ധി ഇവ നൽകി ദേവി ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ബുദ്ധിശാലികൾ പോലും മോഹാന്ധകാരത്തിൽ പതിച്ചു പോകുന്ന അവസ്ഥ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ അവസരത്തിൽ മനസാന്നിധ്യം കൈവിടാതെ മഹേശ്വരിയുടെ മഹാസ്തോത്രം ഭക്തിപുരസരം ജപിച്ചാൽ അതിൽ നിന്നെല്ലാം കരകയറി മനഃശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ്. ദേവീ മാഹാത്മ്യ കഥകളിൽ ദേവി ആദിപരാശക്തിയെ കാളി, ലക്ഷ്മി, സരസ്വതി എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ സങ്കല്പിച്ച് ആരാധിക്കുവാൻ പറയുന്നുണ്ട്. കൂടാതെ ദേവി മാഹാത്മ്യ കഥയെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുമുണ്ട്. അതിൽ ആദ്യ ഭാഗം മധുകൈടഭവധം, രണ്ടാം ഭാഗം മഹിഷാസുരവധം, മൂന്നാമത്തെ ഭാഗം ശുംഭ നിശുംഭവധം എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. സർവജഗത്മാതാവായ ദേവി ലളിതാംബിക അഭയം തേടിയെത്തുന്നവരുടെ ദുഃഖ ദുരിതങ്ങളെ കെടുത്തി അവർക്ക് ആശ്രയം നൽകുന്നു. പൃഥ്വിരൂപത്തിലും ജലരൂപത്തിലും സ്ഥിതി ചെയ്ത് ലോകരക്ഷ നടത്തുന്നവളാണ് അമ്മ പരമേശ്വരി. അനന്തബല സ്രോതസ്സായ വൈഷ്ണവീ ശക്തിയായും വിശ്വകാരണഭൂതയായ മഹാമായയായും സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെ. ജഗദീശ്വരിയായ ദേവി ഭക്തഹൃദയങ്ങളിൽ ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സർവാർത്ഥ സാധികയും സർവമംഗളകാരിണിയും സർവ സൃഷ്ടിസ്ഥിതി സംഹാരിണിയുമാണ് ദേവി ലളിതാംബിക. ലളിതാ സഹസ്രനാമം രചിക്കപ്പെട്ടതിനു പിന്നിലും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഭണ്ഡാസുര വധത്തിനു വേണ്ടി അവതരിച്ച ആദിപരാശക്തി ശ്രീരാജചക്രം എന്ന സിംഹാസനത്തിലാണ് വിരാജിച്ചിരുന്നത്. ദേവി പരാശക്തിയുടെ ആജ്ഞാപ്രകാരം വശ്യന്യാദി വാഗ്ദേവിമാരാൽ രചിക്കപ്പെട്ട സ്തോത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു.